കഴിഞ്ഞ ദിവസം തിരുവാതിര സന്ദേശം നൽകിയിരുന്നു. ഒരു സന്ദേശവും കൂടി ഇന്ന് സുപ്രഭാതത്തിൽ തിരുവാതിര ദിവസം തന്നെ നൽകണമെന്ന് ആഗ്രഹിച്ചു. അതനുസരിച്ച് നമ്മളുടെ ചെറിയ ചാനലിലൂടെ കൂടുതൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കുടുംബജീവിതത്തിന്റെ ധന്യത അത് കൂടുതൽ ജനങ്ങളിലേക്ക് ഭാരതീയ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ എത്തിക്കാനാണ്. അപ്പൊ നമുക്കൊരു തിരുവാതിരയും കിട്ടി. യഥാർത്ഥത്തില് ശിവസങ്കല്പം, അർദ്ധനാരീശ്വര സങ്കല്പം, ശങ്കര സങ്കല്പം, മൃത്യുഞ്ജയ സങ്കല്പം ഒരുപക്ഷെ ശിവന് വേണ്ടി മാത്രമുള്ള ഉജ്ജ്വലമായ വേദമന്ത്രങ്ങൾ കൊണ്ടാണ് യജുർവേദം നിറഞ്ഞിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ മൃത്യുഞ്ജയ ജീവിത ദുഃഖങ്ങളെ ജയിക്കാനുള്ള, മൃത്യു എന്ന് പറഞ്ഞാൽ മരണമല്ല, ജീവിതത്തിലെ പ്രശ്നങ്ങള്, തടസ്സങ്ങള്, നെഗറ്റീവുകള്, അതിനെ അതിജീവിക്കാനുള്ള, മൃത്യുവിനെ ജയിക്കാനുള്ള ആ ശിവചൈതന്യം രണ്ട് രൂപത്തില് ലോകത്തിലുള്ളത്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു ഞാൻ. ശാന്തമായ ശിവലിംഗ രൂപത്തില് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കറിയാം, മൗണ്ട് കൈലാസ പർവ്വതം, അതിന്റെ മിനിയേച്ചർ ഫോമാണ് ശിവലിംഗം. നോർത്ത് ഇന്ത്യയിലെ ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈലാസപർവ്വതം പോലെ തന്നെ മിനിയേച്ചർ ഫോമാണ്, ഇങ്ങനെയാണ്. സൗത്ത് ഇന്ത്യയിലേക്ക് വന്നപ്പോഴത്തേക്കും അത് ഏതാണ്ട് സിലിണ്ടറിക്കലായി. ആ കൈലാസപർവ്വതത്തിന്റെ പ്രത്യേകത നമ്മുടെ ഡിസ്കവറി ചാനല് അല്ല, നാഷണൽ ജിയോഗ്രഫി ചാനൽ, ഇതിലേതിലോ ഒരെണ്ണത്തില് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പ് വരികയുണ്ടായിരുന്നു. കൈലാസപർവ്വതത്തിന്റെ പ്രത്യേകത, കൈലാസപർവ്വതത്തിൽ നിന്ന് വടക്കോട്ട് മംഗോളിയയുടെ അറ്റം വരെയും, കൈലാസപർവ്വതത്തിൽ നിന്ന് തെക്കോട്ട് മൊറീഷ്യസ് വരെയും, കൈലാസപർവ്വതത്തിൽ നിന്ന് പടിഞ്ഞാട്ട് സിംഗപ്പൂർ വരെയും, കൈലാസപർവ്വതത്തിൽ നിന്ന് പടിഞ്ഞാട്ട് ഇറാഖ് വരെയുമുള്ള സ്വാധീനമുണ്ടെന്നാണ് പറയുന്നത്. വളരെ ധന്യമായിട്ടുള്ള സ്വാധീനം കാലാവസ്ഥ നിയന്ത്രിക്കുന്നതിലാണ്. ആ കൈലാസപർവ്വതത്തിന്റെ മിനിയേച്ചർ ഫോമാണ് ശിവലിംഗം. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ലോകത്തിലെ 449 ആറ്റമിക് റിയാക്ടർ ഉള്ളതില് കൂടംകുളം ഉൾപ്പെടെ അതെല്ലാം ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. ഒരെണ്ണം പോലും ശിവലിംഗത്തിന്റെ ആകൃതിയിൽ അല്ലാത്തതില്ല. ആ ശിവലിംഗത്തിന്റെ ആകൃതിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. അത് സയന്റിഫിക് ആണ്. ശിവലിംഗത്തില് ധാരയായിട്ട് വെള്ളം നമ്മൾ ഒഴിക്കാറുണ്ട്, ശിവധാര. വഴിപാടായിട്ടും ധാര കൊടുക്കാറുണ്ട്. മാത്രമല്ല, ധാരക്കടാരം വെച്ചിട്ട് ശിവലിംഗത്തിലേക്ക് നമ്മൾ വെള്ളം ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കും. 24 മണിക്കൂർ ധാരക്കടാരത്തിലൂടെ വെള്ളം ശിവലിംഗത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. ആറ്റമിക് റിയാക്ടറിൽ 24 മണിക്കൂറും ഹെവി വാട്ടർ സർക്കുലേറ്റ് ചെയ്യണം. ഇത് സാധാരണ വെള്ളമാണ് ശിവലിംഗത്തിലേക്ക്, മറ്റേത് ഹെവി വാട്ടർ, DTO. അപ്പൊ അങ്ങനെ നമുക്ക് താരതമ്യം ചെയ്യാവുന്ന കുറേ അധികം, ഇന്നലെ പറയാത്ത കാര്യമാണ് ഇന്ന് പറയുന്നത്. ഇതുകൂടാതെ കഥാരൂപത്തില് പുരാണ കഥകളുടെ രൂപത്തില്, വേദമന്ത്രങ്ങളിൽ അത് വരുന്നില്ല, ദർശനങ്ങളിൽ അത് വരുന്നില്ല, ഇതിഹാസങ്ങളിലും കാര്യമായിട്ട് വരുന്നില്ല. പുരാണ കഥാരൂപത്തില്, ഓർമ്മിക്കുക, കഥാരൂപത്തില് ശിവന്റെ ധർമ്മപത്നിയായി അർദ്ധനാരീശ്വര രൂപത്തില് പാർവതി, ശിവന്റെ വാഹനം കാളയായിട്ടാണ് എടുക്കുക, സങ്കല്പമാണേ. ശിവന്റെ വാഹനം കാള, പാർവതിയുടെ വാഹനം സിംഹമോ പുലിയോ, സിംഹമാണ്. ഈ കാളയും സിംഹവും തമ്മിൽ ചേരില്ല, നിങ്ങൾക്കറിയാം. എന്നിട്ടും വളരെ ഭംഗിയായിട്ട് ഭാര്യാഭർത്തൃ ബന്ധം നിലനിൽക്കുന്നു. ശിവപുത്രന്മാരാണ് ഗണപതിയും മുരുകനും. സങ്കല്പമാണ്, ഓർമ്മിക്കുക, ശിവസങ്കല്പം എന്ന് തന്നെയാ പറയുക. ഇപ്പൊ ഗണപതിയുടെ വാഹനം എലിയാണ്. ഒരു കഥാരൂപത്തിൽ നോക്കുകയാണെങ്കിൽ പോലും ആ എലിയെ, ശിവന്റെ കഴുത്തിലുള്ള സർപ്പം, ആ മൂർഖൻ പാമ്പ് പോലെയുള്ള സർപ്പം, അത് വെച്ചേക്കില്ല. എന്നാലും അച്ഛനും മകനും നന്നായിട്ട് പോകുന്നുണ്ട്. ഓർമ്മിക്കുക, സർപ്പത്തിനെ ശിവപുത്രനായ അറുമുഖന്റെ, സുബ്രഹ്മണ്യന്റെ വാഹനമായിട്ടുള്ള മയില് വെച്ചേക്കില്ല.
മയിലെപ്പോഴും പാമ്പിനെ പിടിച്ചോണ്ടിരിക്കും. എന്നിട്ടും അച്ഛനും മകനും തമ്മിൽ നല്ല ബന്ധം. ഇങ്ങനെ ഏത് നാലുപേരുടെ വാഹനങ്ങൾ തമ്മിൽ നോക്കുക. ജീവിതത്തിൽ എത്രയെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിൽപ്പിൻ്റെതായിട്ടുള്ള തന്നെ ചോദ്യചിഹ്നങ്ങളും എല്ലാം ഉള്ള ഒരു സങ്കല്പത്തില് മാത്രമല്ല, എലിയെ പലപ്പോഴും മയില് പിടിച്ച് തിന്നുകയും ചെയ്യും. അങ്ങനെയും ഉണ്ട് വ്യത്യാസം. അപ്പൊ ഇങ്ങനെയെല്ലാം ഉള്ള വ്യത്യാസങ്ങള് ഈ സങ്കല്പ കഥകളില് നിറച്ചു വെച്ച് നമ്മളോടൊരു വാക്കു പറഞ്ഞു. ശിവകുടുംബ ബന്ധം. വൈരുദ്ധ്യങ്ങൾ എത്രയെല്ലാം നിറഞ്ഞു നിന്നാലും അതിനെല്ലാത്തിനെയും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാക്കി മാറ്റാൻ സാധിക്കും നമുക്ക്. എത്ര സാധിക്കുന്നു അത്രയും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നു, ശിവന്റേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, ശക്തിയുടേതായിട്ടുള്ള ആഘോഷങ്ങളുണ്ട്, വിനായക ചതുർത്ഥിയുടേതായിട്ടുള്ള മകന്റെ ആഘോഷമുണ്ട്, സുബ്രഹ്മണ്യന്റെ സ്കന്ദഷഷ്ഠി ആഘോഷമുണ്ട്. ഈ ശിവന്റേതായിട്ടുള്ള ധന്യമായിട്ടുള്ള ആഘോഷമാണ് ശിവരാത്രി. ലോകം മുഴുവനും ആഘോഷിക്കുന്നതാണ്. നവരാത്രി ലോകം മുഴുവനും ആഘോഷിക്കുന്നതാണ് പാർവതിയുമായിട്ട് ബന്ധപ്പെട്ടത്. മാത്രമല്ല, അമേരിക്കയിലെ 14 പ്രോവിൻസുകളിലെ 7-8 പ്രോവിൻസുകളിൽ ഇപ്രാവശ്യം നവരാത്രി വരുന്ന ഒക്ടോബർ ഹിന്ദു മന്തായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. അടുത്ത വർഷം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളില്, വികസിത രാഷ്ട്രങ്ങളില് ഒക്ടോബർ മാസം ഹൈന്ദവ ധർമ്മ മാസമായിട്ട് വളരും, വികസിക്കും, അവർ സ്വീകരിക്കും. അങ്ങനെ ശിവകുടുംബം ധന്യമായിട്ട്, ഇതിന് യുക്തിസഹജമായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. അല്ല, ഇതൊരു കഥ മാത്രമായിട്ട് ചിന്തിക്കേണ്ടവർക്ക് അങ്ങനെ ചിന്തിക്കാം. അല്ല, ഇതൊക്കെ നമ്മുടെ 21ാം നൂറ്റാണ്ടിൽ യോജിച്ചതാണോ എന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ അതിനകത്ത് വലിയൊരു സന്ദേശമുണ്ട്. ജീവിക്കുന്നിടത്തോളം കാലം നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മൾ തന്നെയാണ് ഉത്സവമായിട്ട് ആഘോഷിക്കണോ, അതല്ല കരഞ്ഞോണ്ട് ദുഃഖിച്ചോണ്ട് വേദനിച്ചോണ്ട് നമ്മൾ ജീവിക്കണോ എന്ന് തീരുമാനിക്കുന്നതില് ഒരു വലിയ സന്ദേശം. എന്തെല്ലാം വ്യത്യാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനെല്ലാത്തിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചിരിച്ചും സന്തോഷിച്ചും ജന്മദിനങ്ങള് ആഘോഷിച്ചും ക്ഷേത്ര ദർശനം നടത്തിയും നല്ല ഭക്ഷണം കഴിച്ചും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും ചിരിച്ചുകൊണ്ട് സംസാരിച്ചും ഹിഡൻ അജണ്ടകളും കുത്തുവാക്കുകളും വിമർശനങ്ങളും എതിർപ്പുകളും കഴിയുന്നത്രയും കുറച്ചും ഓരോ ദിവസവും നമുക്കൊരു ഉത്സവമാക്കി മാറ്റാൻ എത്ര പേർക്ക് സാധിക്കുമോ അത്രയും പുണ്യം. അങ്ങനെ ഒരു സന്ദേശം തിരുവാതിര ദിവസം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഹൃദയം നിറഞ്ഞു പ്രാർത്ഥിക്കുന്നു. നല്ല നല്ല വാക്കുകള്, നല്ല വീക്ഷണങ്ങള്, നല്ല മുഖഭാവം, ചിരിച്ചുകൊണ്ടുള്ള ഒരു ദർശനം, ഹിഡൻ അജണ്ട ഇല്ലാത്ത വാക്കുകള്, ഹിഡൻ അജണ്ട ഇല്ലാത്ത പ്രവൃത്തികള്, ആരെയും കുറിച്ച് കഴിയുന്നത്രയും പരദൂഷണം കേൾക്കുകയോ പറയുകയോ ചെയ്യാത്ത ഒരു ദിവസം ഇന്നു മുതൽക്ക് ആരംഭിക്കാം. ശിവ പാർവതി അതുപോലെ 2 പുത്രന്മാരുടെ മനസ്സില് ആ കഥാപാത്രങ്ങളെ പ്രതിഷ്ഠിച്ച് ധന്യതയോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും ഭാരതത്തെയും ഭാരതീയ പൈതൃകത്തെയും ഭാരതീയ സംസ്കാരത്തെയും സ്നേഹിക്കുന്ന ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും അതെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. തിന്മകളുടെ കൂടെ നിൽക്കാനോ തിന്മകളെ പ്രോത്സാഹിപ്പിക്കാനോ നമ്മൾ ഒരിക്കലും സന്നദ്ധരാകാതിരിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുന്നു. പ്രണാമം, പ്രണാമം, പ്രണാമം.